ഞാൻ ഉണ്ടാക്കുന്ന കേക്ക്സിൽ കുറച്ചധികം റിച്ച് ആയിട്ടുള്ള കേക്കിൽ ഒരാളാണ് കേട്ടോ. ഇതാ ഇപ്പം ഈ കാണിക്കുന്നുള്ളത് പണ്ടെല്ലാം കുറേ ഞാൻ ഈ ഒരു ഫ്ലേവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇടയായിട്ട് എനിക്ക് ഈ ഒരു ഫ്ലേവേഴ്സ് വീട്ടിൽ കുറവാണ്. ഇത് കുറേ കാലത്തിന് ശേഷം വന്നതാണ്. അപ്പോൾ ഏതാ നിങ്ങൾക്ക് സിറപ്പും കാര്യമെല്ലാം കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നട്ടി ബബിൾ. ഈ ഒരു നട്ടി ബബിൾ കേക്ക് പേര് പോലെ അത്രയും ടേസ്റ്റാണ്. നമ്മൾ ഷുഗർ സിറപ്പിന് പകരം ഇവിടെ എടുത്തിട്ടുള്ളത് ഹോട്ട് മിൽക്കാണ്. അതിലേക്ക് ബൂസ്റ്റും കണ്ടൻസ്ഡ് മിൽക്കെല്ലാം ഇട്ടിട്ടുള്ള ആ ഒരു സിറപ്പാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ ബേക്കേഴ്സിൻ്റെ ലൈഫിലെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇതിൻ്റെ യൂസ് ചെയ്തെടുക്കാൻ ഇത്ര ലേറ്റായി പോയത് എന്തേതാണ് കേട്ടോ ഞാനും ഉമ്മാവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചോദിക്കുന്നില്ലത്. ഇതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ക്രീം കുറച്ചും കൂടി ഓവർ ബീറ്റ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഹാൻഡ് ബീറ്ററിൽ ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം എടുത്തില്ല ബീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ പെട്ടെന്ന് റെഡി ആവുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ടൈം വെച്ചിന്. അതിൻ്റെ ആ ഒരു ഓവർ ബീറ്റിൽ കാണാനുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നട്ടി ബബിളിൻ്റെ ഫില്ലിങ്സിലേക്കും നമ്മൾ ഒരുപാട് ബൂസ്റ്റും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിൽക്ക് സിറപ്പിന് വേണ്ടി കറക്റ്റ് 1 കപ്പ് പാലെടുക്കുക, നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും ബൂസ്റ്റും ഇട്ടിട്ട് ആ ഒരു ചൂടെല്ലാം പോയതിനു ശേഷമാണ് കേട്ടോ നമ്മൾ കേക്കിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കേക്കിൻ്റെ ക്രീമിലേക്ക് അങ്ങനെയാണ് ബൂസ്റ്റ് പൗഡറും കണ്ടൻസ്ഡ് മിൽക്കെല്ലാം ഇട്ട് കൊടുത്തിന്. പിന്നെ ലെയേഴ്സിൽ ചോക്ലേറ്റ് ഗനാഷ്, നല്ല തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 kg കേക്കിലേക്ക് കറക്റ്റ് 1 കപ്പ് അളവിൽ ചോക്ലേറ്റ് കട്ട് ചെയ്തതും പിന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ ഇഷ്ടമായാലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.